നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കത്തിൽ വീണ മാലിദ്വീപിന് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യക്കാർ നൽകുന്നത്. സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുകയാണ് ബോയ്ക്കോട്ട് മാൽദ്വീപ്സ് ക്യാമ്പയിൻ. ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നവർ കൂട്ടത്തോടെ ബുക്കിംഗ് റദ്ദാക്കുകയാണെന്ന് എക്സിൽ കുറിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം സംബന്ധിച്ച് മാലിദ്വീപ് മന്ത്രിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശത്തേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ദ്വീപിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നീക്കമായിരുന്നു. ലക്ഷദ്വീപിനെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തി ഇന്ത്യ മാലിദ്വീപിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് മാലിദ്വീപ് മന്ത്രി അബ്ദുള്ള മഹ്സൂം മജീദ് പറഞ്ഞത്. ബീച്ച് ടൂറിസത്തിൽ മാലിദ്വീപുമായി മത്സരിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അബ്ദുള്ള മഹ്സൂം മജീദ് അഭിപ്രായപ്പെട്ടു. ഇതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് മാൽദ്വീപ്സ് ക്യാമ്പയിൻ തുടങ്ങിയത്. അധികം വൈകാതെ ഇത് ട്രെൻഡിംഗ് ആവുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ വർഷം നവംബറിൽ മാലിദ്വീപ് പ്രസിഡന്റായി മുഹമ്മദ് മുയ്സു അധികാരമേറ്റതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപിന്റെയും പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന്റെയും സഖ്യമായ പ്രോഗ്രസീവ് അലയൻസിൽ നിന്നുള്ള മുയ്സു ചൈന അനുകൂല നിലപാടുകളുള്ള നേതാവായാണ് അറിയപ്പെടുന്നത്. സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമെന്നാണ് ലക്ഷദ്വീപിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. മനോഹാരിതയ്ക്ക് അപ്പുറം ലക്ഷദ്വീപിന്റെ ശാന്തതയും മാസ്മരികമാണ്. 140 കോടി ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി കൂടുതൽ കഠിനമായി അധ്വാനിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാൻ മനോഹരമായ പരിസ്ഥിതി തനിക്ക് അവസരമൊരുക്കിയെന്നും മോദി എക്സ് പോസ്റ്റിൽ കുറിച്ചിരുന്നു. അതേസമയം തന്നെ മറ്റൊരു പ്രചരണവും ട്വിറ്ററിൽ ഇന്ത്യക്കാർ നടത്തുന്നുണ്ട്. അത് സെലിബ്രിറ്റികൾ ഏറ്റെടുക്കുകയും ഇപ്പോൾ എക്സിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോർ ഇന്ത്യൻ ഈസ്ലൻഡ്സ് എന്ന ഹാഷ്ടാഗിലാണ് പ്രചരണം നടക്കുന്നത്. അക്ഷയ് കുമാർ, ജോൺ എബ്രഹാം, സച്ചിൻ ടെണ്ടുൽക്കർ എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ സെലിബ്രിറ്റികൾ ലക്ഷദ്വീപ്, സിന്ധുദുർഗ് തുടങ്ങിയ ഇന്ത്യൻ ദ്വീപുകൾ സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അക്ഷയ് കുമാർ ട്വീറ്റ് ചെയ്തത്, ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷവും വംശീയവുമായ അഭിപ്രായങ്ങൾ പാസാക്കിയ മാലിദ്വീപിലെ പ്രമുഖ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ കണ്ടുവെന്നും അവർക്ക് പരമാവധി വിനോദസഞ്ചാരികളെ അയക്കുന്ന ഒരു രാജ്യത്തോടാണ് അവർ ഇത് ചെയ്യുന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും ഞങ്ങൾ നമ്മുടെ അയൽക്കാരോട് നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്നും പക്ഷേ നമ്മൾ എന്തിന് അങ്ങനെ ചെയ്യണം? അത്തരം പ്രകോപനമില്ലാതെ വിദ്വേഷം സഹിക്കണോ എന്നും ഞാൻ മാലിദ്വീപ് പലതവണ സന്ദർശിച്ചിട്ടുണ്ട് എന്നും എല്ലായ്പ്പോഴും അതിനെ പുകഴ്ത്തിയിട്ടുണ്ടെന്നും എന്നാൽ അന്തസ്സാണ് ആദ്യം വേണ്ടതെന്നും നമുക്ക് എക്സ്പ്ലോർ ഇന്ത്യൻ ഈസ്ലൻഡ്സ് എന്ന് തീരുമാനിക്കാമെന്നും നമ്മുടെ സ്വന്തം ടൂറിസത്തെ പിന്തുണയ്ക്കാമെന്നും അക്ഷയ് കുമാർ എക്സിൽ കുറിച്ചു. ഏതായാലും മാലിദ്വീപിന് വൻ തിരിച്ചടിയാണ് അവരുടെ ഒരു മന്ത്രിയുടെ പ്രസ്താവന കാരണം ഉണ്ടായത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.